അദ്ദേഹത്തിൻ്റെ ഒരു സപ്പോർട്ട് സ്റ്റാഫ് അവർ വേണ്ടത്ര രീതിയിൽ ശോഭിക്കുന്നില്ല. അവർക്ക് അതിനുള്ള സപ്പോർട്ട് സ്റ്റാഫ് ഇല്ല അദ്ദേഹത്തിന്. സപ്പോർട്ട് സ്റ്റാഫ് ഇല്ല അദ്ദേഹത്തിന്. ഞാൻ മുമ്പ് പറഞ്ഞതല്ലേ, ഇപ്പോൾ സച്ചിൻ പൈലറ്റ് രാജസ്ഥാനിൽ ഈ അശോക് ഗെഹ്ലോട്ടുമായിട്ട് തർക്കം വന്ന സമയത്ത് മാറ്റിയിട്ട് ആ പയ്യൻ നിൽക്കട്ടെ, നിങ്ങളുടെ കാലം കഴിഞ്ഞില്ലേ, നിങ്ങൾ വേണേൽ ഇവിടെ പിന്നീട് ഭരണം വരുമ്പോൾ വല്ല ഗവർണറോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാക്കാം എന്ന് പറഞ്ഞ് മാറ്റി സച്ചിൻ പൈലറ്റിന് ആ രാജസ്ഥാൻ കൊടുത്തിരുന്നെങ്കിൽ ആ രാജസ്ഥാൻ ഇപ്പം അവരുടെ കയ്യിൽ നിന്നേനെ. അതുപോലെ ജ്യോതിരാദിത്യ സിന്ധ്യ, അദ്ദേഹം പോകില്ലായിരുന്നു. ഈ കമൽനാഥ് എന്ന് പറയുന്ന പണ്ട് കമൽനാഥൊക്കെ ഹീറോ ആയിരുന്നു മധ്യപ്രദേശിൽ. ആ കമൽനാഥിന് പകരം ജ്യോതിരാദിത്യ സിന്ധ്യയെ അന്ന് മുഖ്യമന്ത്രിയാക്കിയിരുന്നെങ്കിൽ ഇന്നും ചിലപ്പോൾ മധ്യപ്രദേശ് അവരുടെ കയ്യിൽ ഇരുന്നേനെ. രണ്ട് വലിയ സംസ്ഥാനങ്ങളല്ലേ ഇത്. അതുപോലെ കുമാരി ഷെൽജ, ഈ ഹരിയാനയിൽ പറ്റിയ എന്താ, കുമാരി ഷെൽജ എന്ന് പറയുന്ന മാഡം വളരെ പോപ്പുലറായിരുന്നു. അതിന് പകരം ഈ ഹൂഡയെ കൊണ്ടുവന്ന് അവർ തമ്മിൽ ഇൻറ്റേർണൽ ഫൈറ്റ്, എന്നിട്ട് ഹൂഡ അവരെ തോൽപ്പിക്കാനായിട്ട് കുറേ സ്ഥലത്ത് പിന്നെ കാശ് കൊടുത്ത് റിബൽ സ്ഥാനാർത്ഥികളെ നിർത്തി. അങ്ങനെയൊക്കെയാണ് കോൺഗ്രസ് അവിടെ തോറ്റത്. അതൊക്കെ അദ്ദേഹം ഒളിച്ചു വയ്ക്കുകയാണ്. എന്നിട്ട് ആ പരാജയങ്ങളെല്ലാം കവർ ചെയ്തുകൊണ്ട് അപ്പോൾ കുമാരി ഷെൽജിയെ പോലുള്ള ആൾ ഹരിയാന മുഖ്യമന്ത്രിയായിട്ട് വരുന്നു, സച്ചിൻ പൈലറ്റ് രാജസ്ഥാനിൽ മുഖ്യമന്ത്രിയായിട്ട് വരുന്നു, ജ്യോതിരാദിത്യ സിന്ധ്യ ഇവിടെ മുഖ്യമന്ത്രിയായിട്ട് വരുന്നു, എം പിയിൽ മധ്യപ്രദേശിൽ. അതുപോലെ തന്നെ പിന്നെ യു പിയിൽ പ്രിയങ്ക ഗാന്ധി വളരെ സ്ട്രോങ് ആയിട്ട് നിന്ന് പ്രവർത്തിക്കാൻ ശ്രമിക്കുക. ബീഹാറിൽ രാഹുൽ ഗാന്ധി നിൽക്കുക. അപ്പോൾ ഒരു 5-6 നോർത്ത് ഇന്ത്യൻ സ്റ്റേറ്റുകൾ പിടിച്ചാൽ സൗത്ത് ഇന്ത്യയിൽ പ്രശ്നമില്ല. ഇവിടെ KC വേണുഗോപാലും അവിടെ അല്ലെങ്കിൽ ശിവകുമാറും ഒക്കെ കർണാടകയിലും ഒക്കെ ആയിട്ട്, അല്ലെങ്കിൽ തെലങ്കാനയിലോ ഒന്നും പ്രശ്നമില്ല. ഇതുപോലെ തന്നെയാണ് നമ്മുടെ രാജശേഖർ റെഡ്ഡിയുടെ മകനെ ആന്ധ്രയിൽ ഒറ്റി കൊടുത്തോണ്ടല്ലേ, അച്ഛൻ മരിച്ചപ്പോൾ ഞാനാണ് അടുത്ത അവകാശി എന്ന് പറഞ്ഞ് വന്നതാണ്. അപ്പോൾ അയാളെ വെട്ടി. ഇല്ലെങ്കിൽ ആന്ധ്രാപ്രദേശ് ഇന്ന് കോൺഗ്രസിൻ്റെ കയ്യിലിരിക്കില്ലായിരുന്നു, YSR റെഡ്ഡി ആയിട്ട്. അപ്പം ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഉപദേശകരും അദ്ദേഹത്തിൻ്റെ ടീമും മൊത്തം ഫെയിലിയറായി പോയിട്ടുണ്ട്. ഇന്ത്യൻ പൊളിറ്റിക്സിൽ വലിയ വലിയ ബ്ലണ്ടറുകൾ അവർ കാണിച്ചു. ഉയർന്നു വന്ന ഒരുപാട് രത്നങ്ങളെ അവർ വെട്ടിക്കീറിയില്ലേ.